ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്നൊരു വീഡിയോ ആയിട്ടാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എനിക്കിന്ന് കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് അരക്കിലോ പച്ചരിയവേ അരക്കിലോ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് കടലപ്പം ചൂടാൻ വേണ്ടിയിട്ട്, പൊട്ട് കടലിൻ്റെ അപ്പം ചൂടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അതാർക്കും ക്ലിയർ ആയിട്ടാണ് മനസ്സിലായിട്ടാണ് ഫുള്ള് ക്ലിയർ ആയിട്ടൊരു വീഡിയോ ചെയ്യുമെന്ന് കുറേ പേര് കമൻറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതിന് ഇതായിട്ടാണ് ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അരക്കിലോ അപ്പത്തിൻ്റെ ആണ് എനിക്ക് ഓർഡർ ഉണ്ടായിരുന്നത്. അപ്പോൾ അരക്കിലോ പിന്നെ പച്ചരിയിൽ 1 കിലോ അപ്പം വരെ ആകുന്നുണ്ട് കേട്ടോ. അരക്കിലോ പച്ചരിയും അരക്കിലോ പൊട്ട് കടല അതാണ് ഞാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അരക്കിലോ പച്ചരിയില്ലേ നമുക്ക് മിക്സിയിൽ നല്ല നൈസായിട്ട് അരച്ചെടുക്കാം. കുറച്ചൊരു 1/4 ഗ്ലാസ് വെള്ളം കൂട്ടിയിട്ട് ഒരു മുട്ടയും കൂട്ടിയിട്ടാണ് ഞാൻ ഇത് അരച്ചെടുക്കുന്നുള്ളത്. അപ്പോൾ നല്ല നൈസായിട്ട് നമുക്കില്ലേ മിക്സിയിലിട്ടത് ഇത് അരച്ചിട്ടെടുക്കണം. ഒരു മുട്ടയും കുറച്ചൊരു 1/4 ഗ്ലാസ് വെള്ളം കൂട്ടിയിട്ടാണ് ഇത് അരച്ചെടുക്കുന്നുള്ളത്. പിന്നെ വെള്ളം ആവശ്യത്തിന് നമുക്ക് പിന്നെ വേണം കൂട്ടാം. വെള്ളമായിട്ട് അധികം വെള്ളം കൂട്ടിയാൽ നമുക്ക് കടലപ്പത്തിൻ്റെ മാവ് ശരിയാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം വീഡിയോ എടുത്താകുമ്പോൾ ആൾക്കാർക്കൊന്നും മനസ്സിലായിട്ടാവുന്നു ഫുള്ളായിട്ട് വീഡിയോ എടുത്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ടൈം ഓർഡർ ഉണ്ടാകുമ്പോൾ ഇടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർഡറുള്ള സമയത്തിന് ഇടാമെന്ന് വെച്ചിട്ട് വീഡിയോ എടുത്തതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നല്ല പാങ്ങൽ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടിടാം. ഈ പരുവത്തിലാണ് അത് ഉണ്ടാകുന്നത്. നല്ല നൈസായിട്ട് അരച്ചെടുക്കുക. കുറച്ചായിട്ട് തന്നെ അരച്ചെടുക്കണ്ട, ഒന്നിച്ച് അരച്ചെടുക്കുക. നേരെ എല്ലാ പച്ചരി ഫുള്ളായിട്ടൊന്ന് അരിഞ്ഞിട്ട് വരില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചായിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. 1/4 ഗ്ലാസ് വെള്ളം കൂട്ടിയിട്ടാണ് ഇത് രണ്ടും അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കാസർഗോഡ് ആൾക്കെല്ലാം ഇത് മനസ്സിലാവും, ഇതെങ്ങനെ ചുടൽ എങ്ങനെ എന്തെന്നൊക്കെ മനസ്സിലാവും. പിന്നെ പുറത്തുള്ള ആൾക്കാർക്കൊന്നും മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കും അവർ പിന്നെയും ചോദിച്ചത്. അവർ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ വീഡിയോ വീണ്ടും എടുത്തിട്ടില്ല. അവർക്ക് ഇത് ക്ലിയർ ആവാതിരിക്കുമ്പോൾ ഞാൻ ആ വീഡിയോ ചെയ്തത് ഡിലീറ്റ് ചെയ്തും പോയി. പിന്നെ എനിക്ക് പുതിയതായിട്ട് വേറെ വീഡിയോ എടുക്കാതെ വഴിയില്ല എന്ന് വെച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പ്, അതിനാവശ്യത്തിനുള്ള 1 കിലോ പച്ചരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൽ ചേർത്ത് കൊടുക്കുന്നതല്ലേ കുറച്ച് മഞ്ഞൾപ്പൊടിയവേ. അപ്പോൾ എനിക്ക് വെളുത്തിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് കുറച്ചൊരു കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി കുറച്ച് ജസ്റ്റ് ഒന്നൊരു പാറ്റി കൊടുക്കലാണ് മഞ്ഞൾപ്പൊടി. അതിട്ടിട്ട് നല്ല പാല് കയ്യിലുകൊണ്ട് കലക്കിയിട്ട് എടുക്കുക. നല്ല പാല് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ദോശൻ്റെ എല്ലാം മാവില്ലേ ആ ഒരു പരുവത്തിലാണ് ഇതുണ്ടാവൽ. പിന്നെ അത് അതിൻ്റെ പൊട്ട് കടൽ അതിലേക്ക് ഇടുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യൽ. നല്ലോണം വെള്ളമായി കഴിഞ്ഞാൽ നമുക്ക് പൊടിയെല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ നല്ലൊരു ക്രിസ്പിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ മുട്ട ഒഴിച്ച് കൊടുക്കുന്നത്. മുട്ടൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവുന്നില്ല, അടിപൊളിയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പൊട്ടുകടല എന്നോട് വെച്ചത് എങ്ങനെയാണ് എവിടെ നിന്നാണ് വാങ്ങൽ, ഞങ്ങൾക്ക് ഇവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞത്. ഇതാണ് ഈ പൊട്ടുകടല. 1 കിലോ പൊട്ടുകടലാണ് ഇതിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളത്. അതിൽ അത്യാവശ്യം ഓരോരോ പൊട്ടുകടലയൊക്കെ കല്ലൊക്കെ ഉണ്ടാകും. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇതിൽ കല്ലും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടാണ്. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് ഇത് ചൊരിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ചൊരിഞ്ഞിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. പൊടിയും കല്ലൊക്കെ ഉണ്ടാകും. കാരണം ചെറിയ വെള്ള പൊടിയൊക്കെ ഉണ്ടാവാറുണ്ട്, വേറൊന്നും ഇതിലുണ്ടാകുന്നില്ല. നല്ല നൈസ് ക്ലിയർ ആയിട്ടുള്ള പൊട്ടുകടലാണ് കേട്ടോ. ഞമ്മ ഇത് പൊട്ടുകടലേട്ടൊന്നുമല്ല ഞാൻ വാങ്ങിയത്, പിന്നെ കാച്ചുന്ന കടല അങ്ങനെ നമ്മുടെ അങ്ങനെ കാച്ചുന്ന കടല അങ്ങനെ പറഞ്ഞിട്ടാണ് വാങ്ങൽ. ഇതാണ് സംഭവം, പരിപ്പ് എന്ന് പറയുന്നത്. കറി വെക്കുന്ന പരിപ്പല്ല, കാച്ചുന്ന പരിപ്പ് അങ്ങനെയാണ് ഇതിന് പറയൽ നമ്മളെ ഈ നാട്ടിൽ കാസർഗോഡ്. അപ്പോൾ ഇതാണ് കേട്ടോ പൊട്ടുകടല എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നല്ല പാങ്ങല പൊടിയെല്ലാം എടുത്തിട്ട് കുറച്ച് പൊടി പിന്നെ കല്ല് അങ്ങനെയെല്ലാം ഉണ്ടാവും. ഈ കടലയാണ് അതിൻ്റെ ചൂളിയൊക്കെ എടുത്തിട്ടാണ് ഇത് വരുന്നുള്ളത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത്. നല്ല അടിപൊളി അപ്പമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് ഷോപ്പിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഗൾഫിൽ പോകുന്നുള്ളതിൽ കൊടുത്ത് വിടാൻ അങ്ങനെയൊക്കെ നല്ലതാണ്. 1 കിലോന് 300 രൂപയാണ് ഈ അപ്പത്തിൻ്റെ വില വരുന്നത്. ഈ കടലപ്പരിപ്പിന് ആകെ 50-60 അത്ര റേറ്റേ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കിയിട്ട് കൊടുത്തെങ്കിൽ നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാവും. വീട്ടിൽ വെറുതെ ഇരിക്കുന്ന പെണ്ണുങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഇതുണ്ടാക്കിയിട്ട് ഷോപ്പിലേക്കാണെങ്കിലും വേറെ ആർക്കെങ്കിലും ആയിട്ട് ഇട്ട് കൊടുത്തെങ്കിൽ ഒരു വരുമാന മാർഗ്ഗം കൂടിയാവും. അപ്പോൾ ഇനി ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്, അടുപ്പിലാണ് കേട്ടോ ഞാൻ ചൂടുന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. 1 ലിറ്റർ പനയെണ്ണ രുചി ഗോൾഡ് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ലിറ്റർ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തെങ്കിൽ നല്ല മുക്കിപ്പൊരിഞ്ഞിട്ട് വരാൻ പറ്റും. എണ്ണ ഫുള്ളുണ്ടെങ്കിൽ നല്ല പെട്ടെന്നാവുകയും ചെയ്യും. അപ്പോൾ ഞാൻ അടുപ്പിൽ ചൂടുന്നത് വെച്ചെങ്കിൽ ഗ്യാസിലാണെങ്കിൽ എനിക്ക് ഇത്ര പെട്ടെന്നാവില്ല. അടുപ്പിലാണെങ്കിൽ നല്ല തീയിൽ പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അടുപ്പിൽ ചൂടുന്നത്. 2-3 പേരൊക്കെ ഒന്നിച്ചിട്ടെങ്കിൽ പെട്ടെന്ന് എണ്ണ ചൂടായിട്ട് പെട്ടെന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതേ അതിൽ തന്നെ വേറെ ഒന്നും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ, ഏകദേശം എണ്ണ ചൂടായിട്ടുണ്ട്.
അപ്പോൾ ഞാൻ നേരത്തെ എടുത്ത് വെച്ച് റെഡിയാക്കിയിട്ട് വെച്ചതെല്ലാം എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഈ ഗ്ലാസ്സിലുള്ളത് എന്താ വെച്ചാൽ വേറെ ഒന്നും തേങ്ങാപ്പാൽ വെള്ളം അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ ഇത് മാവ് ഒഴിച്ച് വെച്ചില്ലേ, ഒഴിച്ച് വെച്ചതിന് ശേഷം ബാക്കിയുള്ള മിക്സി ഉണ്ടാവുമല്ലോ, ആ മിക്സിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളത്തിന് വേറൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി വെച്ചതാണ്. അപ്പം നമുക്ക് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ പച്ചവെള്ളം കൂട്ടുന്നതിന് സാധാരണ നോർമൽ വെള്ളം കൂട്ടുന്നതിന് പകരം ഈ വെള്ളം കൂട്ടാമെന്ന് വെച്ചിട്ട് ഞാൻ ഗ്ലാസ്സിലാക്കിയിട്ട് വെച്ചതാണ്. അല്ലാതെ വേറൊന്നും വെള്ളമൊന്നും അല്ല കേട്ടോ ആ ഗ്ലാസ്സിലുള്ള വെള്ളം. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഒരു 2 കയ്യിൽ മാവും പിന്നെ 2-3 കയ്യിൽ പിന്നെ പൊട്ടുകടലിട്ടിട്ട് നല്ല പാല് മിക്സ് ചെയ്തിട്ട് വെള്ളം വേണമെങ്കിൽ വെള്ളം കൂട്ടട്ടെ ആവശ്യത്തിന്. മേൽ കുറച്ചൊരു 2 സ്പൂൺ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ നല്ല പാകത്തിന് തന്നെ ഉണ്ട്. അപ്പോൾ അത് ഈ പരുവത്തിൽ ഇതുണ്ടാവട്ടെ. അപ്പോൾ എന്നിട്ട് നമുക്ക് സ്പൂണിൽ വേണമെങ്കിൽ സ്പൂണിൽ ഇട്ട് കൊടുക്കുക, കയ്യിൽ വേണമെങ്കിൽ കയ്യിലിട്ട് കൊടുക്കുക. എനിക്ക് സ്പൂണിനും കാട്ടും കയ്യിലിടുന്നതാണ് കേട്ടോ ബെറ്റർ. അപ്പോൾ അത് ഈ പരുവത്തിൽ ഇതുണ്ടാവട്ടെ. ഇപ്പോൾ കട്ടിയായിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂട്ടിയെങ്കിൽ നല്ല ലൂസായിട്ട് കിട്ടും. നല്ലോണം കട്ടിയായെങ്കിൽ അപ്പം ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഇതിലേക്ക് ഇങ്ങനെ തെറിപ്പിച്ചിട്ട് കൊടുക്കുന്നതാണ് നമ്മൾ പറയല്, ഇങ്ങനെ തേയിട്ട് ഇട്ട് കൊടുക്കൽ അങ്ങനെ പറയും. ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇടുമ്പോൾ തന്നെ നല്ല പൊങ്ങി വരും കേട്ടോ. ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അപ്പമാണ്. അപ്പോൾ ആർക്കെങ്കിലും ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. പുറത്താർക്കും കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് പേക്കാക്കിയിട്ട് കൊടുക്കട്ടോ. വീട്ടിൽ ഒരു ജോലിയില്ലാതെ വെറുതെ ഇരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഇതൊരു വരുമാന മാർഗ്ഗം കൂടിയാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടത്. അപ്പോൾ ഇനിപോലെ ആരും വെറുതെ ഇരിക്കേണ്ട. ഇതുപോലെ എന്തെങ്കിലും അവരവർക്ക് കഴിയുന്ന എന്തെങ്കിലും തൊഴിൽ ഉണ്ടാക്കിയിട്ട് കൊടുക്കുക, ഉണ്ടാക്കിയിട്ട് ചെയ്യുക, എന്ത് വേണമെങ്കിൽ ചെയ്യാട്ടോ. അപ്പോൾ ഇതുപോലെ ഇതൊരു അപ്പമല്ല, എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ ഇതുപോലത്തെ കുറേ തരം അപ്പത്തിൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തെങ്കിൽ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഈ അപ്പത്തിൻ്റെ റെസിപ്പിയിൽ ഞാൻ മുന്നേ ഇട്ടത് തന്നെ കേട്ടോ. കാരണം ഇത് ഞാൻ വീണ്ടും ഇടാൻ കാരണം കുറേ പേര്, 1-2 പേരൊന്നുമല്ല, ഒരു 10-400 പേരെങ്കിലും ഇതിന് കമൻറ്റ് ഇട്ടായിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മനസ്സിലായില്ല എന്നൊരു കമൻറ്റ് മാത്രമാണ് കൂടുതൽ പേരിട്ട്. ഒന്നും കൂടി വ്യക്തമായിട്ട് പറയുമെന്ന്. കാരണം ഞാൻ എത്ര വ്യക്തമായിട്ട് ടൈപ്പ് ചെയ്തിട്ടെങ്കിൽ നിങ്ങൾക്കത് ക്ലിയർ ആവില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതുപോലൊരു വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് ഇട്ടത്. അപ്പം ഞാൻ ഇത് രണ്ടാമത് ഞാൻ കയ്യിലാണ് ഇടുന്നുള്ളത്. സ്പൂൺ കൊണ്ടിട്ടെങ്കിൽ എനിക്ക് അത്ര ഒരു പെർഫെക്ഷൻ ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെ ഇട്ട് കൊടുക്കുന്നതാണ്. നമുക്ക് ആവശ്യത്തിനുള്ള മാവ് വേറൊരു ചെറിയൊരു പാത്രത്തിൽ വെച്ചിട്ട് ഈ പൊട്ടുകടല അതിലേക്ക് ഇട്ടിട്ട് എണ്ണയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കലാണ് കുറച്ചായിട്ട്. നമുക്ക് പിന്നെ കഷ്ടപ്പെടാണ്ട് ഒരു പണിയും വെറുതെ പൈസ കിട്ടുമെന്ന് ആരൊന്നും വിചാരിക്കേണ്ട. കുറച്ചൊക്കെ കഷ്ടപ്പെടണം. അടുപ്പിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ എണ്ണേൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ എല്ലാം ബുദ്ധിമുട്ടുള്ളവർക്ക് എല്ലാവർക്കും പറ്റണവർക്കില്ല, ചിലയാൾക്കത് പറ്റും. അപ്പോൾ കുറച്ചൊക്കെ കഷ്ടപ്പെടാണ്ട് ഒരേ പൈസ നമ്മളെ കയ്യിൽ കിട്ടുമെന്ന് ആരും വിചാരിക്കേണ്ട. ഇത് നമ്മളെ വീട്ടിലെ പണിയിലൊന്നിച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പണിയായതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ എടുത്തിട്ടിട്ടത്. കുറേ പേര് ചോദിച്ചത് കൊണ്ട് മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് ഇതിട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും എനിക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ പറയാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. മാക്സിമം നല്ല പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള അപ്പട്ടെ ഒരു 3 മാസം വരെ ഒരു കേട് കൂടാതെയും ഉണ്ടാവട്ടെ ഇത്. ഞാൻ പിന്നെ ഇത് വെളിച്ചെണ്ണയിലല്ല, പിന്നെ പന എണ്ണയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്മെല്ലും കാര്യങ്ങളൊന്നും വരില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പമാണ്. നമ്മൾ കാസർഗോട്ടാളെ പെരുന്നാളിൻ്റെ അപ്പട്ടെ ഇത്. പെരുന്നാളിന് ഉണ്ടാക്കുന്ന അപ്പമാണ്. എല്ലാത്തരം പെരുന്നാളിൻ്റെ ഏകദേശം എല്ലാ അപ്പവും ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കയറിയിട്ട് ഫുള്ളായിട്ട് കണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടില്ലേ, ഒരു ഗ്ലാസ് വെള്ളത്തിൽ നിന്ന് 3/4 ഗ്ലാസ് വെള്ളം വരെ ഇനിയും ബാക്കിയുണ്ട് കേട്ടോ. കുറച്ച് ഒരു 2 സ്പൂൺ വെള്ളം വീതം മാത്രമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുള്ളത്, അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം. ഇത് ഇങ്ങനെ തെറിപ്പിച്ചിട്ട് കൊടുത്തെങ്കിലേ എനിക്കൊരു ശരിയാന്ന് കേട്ടോ. കയ്യിൽ കൊണ്ട് സ്പൂണ് കൊണ്ടുവന്നിട്ടെങ്കിൽ എനിക്ക് അത്ര ശരിയാകുന്നില്ല. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്നുണ്ട് വെച്ചെങ്കിൽ ബാംഗ്ലൂരിലേക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ്. ബാംഗ്ലൂരിലേക്ക് ഒരു ഫ്രണ്ട് പറഞ്ഞായിരുന്നു ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊടുത്തു വിടും. ഒരു 1 വീക്ക് 2 വീക്ക് മുന്നേ എന്നോട് പറഞ്ഞായിരുന്നു ഇന്ന ഡേറ്റിലേക്ക് എനിക്ക് അപ്പം ഉണ്ടാക്കിയിട്ട് കൊടുത്തു വിടണമെന്ന്. അപ്പോൾ അവർ റിക്വസ്റ്റ് പ്രകാരമാണ് എല്ലാത്തരം അപ്പം ഒരു 5 തരം അപ്പമാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പിന്നെ നമ്മൾ ഈ കാസർഗോഡ് സ്പെഷ്യൽ പെരുന്നാളിൻ്റെ അപ്പല്ലേ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. പുറത്തുള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഗൾഫിലേക്കാണെങ്കിലും പുറത്തുള്ള എല്ലായിടത്തേക്കും എല്ലാവരും ഉണ്ടാക്കിയിട്ട് കൊടുത്തു വിടലുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ നാളിൽ എല്ലാവർക്കും എണ്ണേനെടുത്ത് നിൽക്കാനും മെനക്കിടാനൊക്കെ ഭയങ്കര മടിയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതുപോലെ ചെയ്തിട്ട് ഇട്ട് കൊടുത്തെങ്കിൽ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കൊടുത്തെങ്കിൽ. അപ്പോൾ എൻ്റെ അപ്പത്തിൻ്റെ ഫൈനലാണ് കേട്ടോ. പെട്ടെന്ന് എനിക്ക് ഒരു 3/4 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ വീഡിയോ കൂടി ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ഡിലേ ആയെന്ന് മാത്രം. അല്ലാതെ എന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ അപ്പം ചുട്ടെടുക്കാം. കാരണം വേറൊന്നും എനിക്ക് പച്ചരി അരക്കുക, ഇതിൽ മുക്കിയിട്ട് അതിലിട്ട് കൊടുക്കുക. 1/2 മണിക്കൂർ കൊണ്ട് റെഡിയാകുന്നൊരു അപ്പം കൂടിയാണ്. കടലപ്പം എന്നിട്ട് അതിന് പറയൽ. എൻ്റെ അപ്പെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ പൊട്ടിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. കിരി എന്നുള്ളൊരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്.
നല്ല അടിപൊളി അപ്പമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്കിനി പാക്കിങ്ങിലേക്ക് പോകാം. ഇതെല്ലാം ഒന്ന് പാക്ക് ചെയ്യണ്ടേ. 1 കിലോ മാത്രമേ കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 കിലോത്തിന് എനിക്ക് വേറെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ 1 കിലോ പൊട്ടുകടല വാങ്ങിയിട്ട് 1 കിലോ പച്ചരി ഇട്ടിട്ട് എനിക്ക് ഒരു മുട്ട ഇതും കൂടി ആഡ് ആക്കിയിട്ട് എനിക്ക് 1 കിലോ അപ്പം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എല്ലാം ഇന്നേ റെഡിയാക്കി വെച്ചാൽ നാളെ എനിക്ക് കൊടുത്തു വിടാമല്ലോ. അപ്പോൾ കൊറിയറിൽ കൊടുത്തു വിടുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം പാക്കിങ് ചെയ്ത് വെക്കുന്നതാണ്. കറക്റ്റ് വെയിറ്റ് നോക്കിയിട്ട് എത്ര വെയിറ്റ് ഉണ്ട് അതിനനുസരിച്ചിട്ട് പാക്ക് ചെയ്തിട്ട് കൊടുക്കുന്നത്. 1 കിലോ വേറെ ആക്കിയിട്ട് പാക്ക് ചെയ്യുന്നത്. 1/4 കിലോ 1/4 കിലോൻ്റെ ആണ് പാക്കറ്റ് ആക്കിയിട്ട് വെക്കുന്നുള്ളത്. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെയൊക്കെ ഞാൻ സൊറോട്ടെ പിന്നെ ബാട്ടുപത്തിൽ എന്ന് പറയും നമ്മൾ കാസർഗോട്ടാൽ. സൊറോട്ടെ, ബാട്ടുപത്തിൽ, നെയ്യടെ, പൊരിയപ്പം, ഇത്ര 5 തരം അപ്പട്ടാ ഇതിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഞാൻ. അപ്പോൾ അതിൽ എല്ലാം ബാക്കിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ മാത്രമായിട്ടാണ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് ഉണ്ടാക്കിയത് ശരിയായിട്ടാണ്, വീഡിയോ കറക്റ്റായിട്ടാണ്, ഫുള്ളായിട്ടാണ് അങ്ങനെ പറയുന്നത് കൊണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോ എടുത്തത്. നമുക്ക് വീഡിയോ അപ്പം ചൂടുന്നതിന് എടുക്കുന്ന വീഡിയോയും കൂടി എടുക്കുമ്പോൾ കുറച്ചും കൂടി ടൈം പോകുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം നമുക്ക് പെട്ടെന്നെല്ലാം വാരിക്കോരിയിട്ട് ഇടാൻ പറ്റുന്നത്. വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കാണിച്ച് തരണ്ടേ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കുറച്ചും കൂടി ടൈം എടുക്കുന്നുള്ളത്. പിന്നെ വലിയ ചട്ടിയൊക്കെ വെച്ചിട്ട് 2-3 ലിറ്റർ എണ്ണയെല്ലാം വെച്ചിട്ട് ഇങ്ങനെ കുറേ ഉണ്ടാക്കിയിട്ട് ഷോപ്പിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ഉണ്ടാക്കുന്നതായിട്ടില്ല, കുറേ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നതായിട്ട് ലാഭം. ഒരാളെ ഹെൽപ്പാക്കാനുണ്ടെങ്കിൽ ഇത് ഇത്രയ്ക്ക് ഈസിയിൽ ചൂടാൻ പറ്റുന്ന ഒരു അപ്പാണ്. ഷോപ്പിലൊക്കെ കൊടുത്തെങ്കിൽ നല്ല റേറ്റ് കിട്ടും. 300 കിലോന് വരെ അതിനെക്കാട്ടി കൂടുതലൊക്കെ ഉണ്ട് കേട്ടോ ഷോപ്പിൽ. ഞാൻ കൊടുക്കുന്നുള്ളൂ 300, ഷോപ്പിൽ 350 അങ്ങനെയൊക്കെ ഉണ്ട് ഇതിന് റേറ്റ്. നല്ല അടിപൊളി അപ്പം കൂടിയാണ്. വൈകുന്നേരത്തെ ചായക്ക് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്ക് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും. ഷോപ്പിൽ നിന്ന് വാങ്ങി കൊടുക്കുന്നതിൻ്റെ എത്രയോ ബെസ്റ്റാണ് ഞാൻ മുന്നേ ഉണ്ടാക്കി കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇത് കേട് കൂടാതെ ഒരു 3-4 മാസം വരെ ഒരു കേട് കൂടാതെ നല്ല അടിച്ചെറുപ്പുള്ള പാത്രത്തിൽ വെച്ചെങ്കിൽ ഒന്നും ആവില്ല കേട്ടോ. ഓരോന്നേറ്റ് തൂക്കിയിട്ട് ഞാൻ വെയിറ്റിംഗ് മെഷീനിൽ തൂക്കിയിട്ടിട്ട് കറക്റ്റാക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. കാരണം അളവിലും തൂക്കത്തിലും നമുക്ക് വ്യത്യാസം വരാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് വെയിറ്റ് ആക്കിയിട്ട് തന്നെ വെക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം. അപ്പോൾ ഓരോന്നേറ്റ് ഞാൻ പാക്കാക്കിയിട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒന്ന് വെച്ചിട്ട് ബാട്ടുപത്തിലും കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ സൊറോട്ടെ, പിന്നെ നെയ്യടെ, പൊരിയപ്പം ഇതൊക്കെ ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാ പാക്കിങ്ങും ഏകദേശം എല്ലാം കഴിയാനായിട്ടാണ്. ഇത് വെറുതെ ഇരിക്കുന്ന നിങ്ങൾക്കെല്ലാം ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇട്ടാണ്. വീണ്ടും എന്തിനാ പിന്നെ ഇട്ട വീഡിയോ തന്നെ ഇടുന്നതെന്ന് നിങ്ങൾ ചോദിക്കരുത്. കാരണം കുറേ ആൾ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുള്ളത്. ഇട്ടതവർക്കായിരിക്കും മനസ്സിലായിട്ടാ എന്നും കൂടി പറഞ്ഞത് കൊണ്ടാണ്. അന്ന് ഞാൻ ചെറിയ വീഡിയോ ആയിട്ട് ഒരു 4 മിനിറ്റിൻ്റെ വീഡിയോ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. കാരണം പറയുമ്പോൾ മനസ്സിലാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് അന്നായിരിക്കും മനസ്സിലായില്ല, ഒന്നും ക്ലിയർ ആയില്ല, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഒന്നും കൂടി പറഞ്ഞു തരുമോ, ഞങ്ങൾക്ക് ഷോപ്പിൽ കൊടുക്കാനാണ് എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ഞാൻ വീണ്ടും ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ വേറെ വീഡിയോ എടുത്തിട്ടാണ്. അപ്പോൾ എൻ്റെ പാക്കിംഗ് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ കടലപ്പം. കാസർഗോട്ടാളെ കടല കാച്ചി എന്ന് പറയും. നമ്മൾ കടല കാച്ചി എന്നാണ് അതിനെ പറയൽ. നല്ല ഓരോന്നേയായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ കടല കാച്ചത്. അപ്പം വെയിറ്റിംഗ് മെഷീനിലോട്ട് കറക്റ്റാക്കിയിട്ട് വെക്കുന്നതാണ്. കാരണം 250 ഗ്രാമിൽ അധികം തന്നെ ഉണ്ട് കേട്ടോ. 500 ഗ്രാമിലധികം. കാരണം നമ്മൾ അളവ് കുറച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഓരോന്നേയായിട്ട് ഞാൻ തൂക്കി നോക്കുന്നുണ്ട് കേട്ടോ. ഇത് നെയ്യടയാണ്. നെയ്യടയും 500 കൂടുതൽ തന്നെയുണ്ട് കുറച്ച്. പിന്നെ രണ്ടാമത് പൊരിയപ്പം ഞാൻ തൂക്കുന്നുണ്ട്. പൊരിയപ്പം അതുപോലെ തന്നെ 2 പാക്കറ്റാണ്. 500 ഗ്രാമിൽ കൂടുതൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോരോ. പിന്നെ സൊറോട്ടയും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നിട്ടുണ്ട് കേട്ടോ. 1 കിലോ സൊറോട്ടയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 3 പാക്കറ്റ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ബാട്ടത്തിൽ എന്താ വെച്ചെങ്കിൽ ഈ 2 പാക്കറ്റിൽ ഫില്ലാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ 3 പാക്കറ്റ് ആക്കിയിട്ട് 1 കിലോ വരെ ആക്കിയിട്ടുണ്ട്. അതിൽ നിൽക്കാത്തത് കൊണ്ട് വേറെ കവറിലിട്ടിട്ടാണ് ഞാൻ തൂക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും ഉണ്ട് കേട്ടോ 500 ഗ്രാം തന്നെ. അങ്ങനെ പേരെല്ലാം എഴുതിയിട്ട് ഞാൻ കൊറിയർ വിടാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് എല്ലാം പാക്കിങ് ചെയ്തിട്ട് റെഡിയാക്കി വെക്കുന്നതാണ്. നമുക്ക് എന്ത് പറയുന്നത്, നമുക്ക് മനസ്സറിഞ്ഞിട്ടൊരു ജോബ് ചെയ്യുമ്പോൾ അതൊരു സന്തോഷം തന്നെ കേട്ടോ. വീട്ടിലെ പണീൻ്റെ ഒന്നിച്ച് ചെയ്യുമ്പോൾ വീട്ടിലെ പണി നമ്മളെ പെണ്ണുങ്ങൾക്ക് എപ്പം തീരുന്നൊരു പണിയല്ല. എപ്പോഴും നമ്മൾ വീട്ടിലെ പണി നമുക്ക് തീരില്ല. ആർക്കായെങ്കിലും അങ്ങനെ അടിക്കുക, തുറത്തുക, ക്ലീനാക്കുക, ഫുഡ് ഉണ്ടാക്കുക, ഇതാണ് നമ്മളെ സ്ഥിരം പണി. അപ്പോൾ അതിൻ്റെ ഒന്നിച്ച് തന്നെ ഇതുപോലെ നമ്മൾ ചെയ്ത് നമുക്കൊരു ഏണിങ്സ് നമ്മളെ കയ്യിൽ തന്നെ വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.